ഹായ് മകളെ, നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്ന കുട്ടികളാണ്. 2024-25 ബാച്ചാണ്. 10ാം ക്ലാസ്സിലെത്തിയാൽ നിങ്ങൾ നേരിടാൻ പോകുന്ന കുറച്ച് പ്രതിസന്ധികൾ അല്ലെങ്കിൽ വെല്ലുവിളികളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഓരോന്നും പോയിന്റായിട്ട് പറയാം. ആ വെല്ലുവിളികൾ എങ്ങനെയാണ് നമ്മൾ നേരിടുന്നത്, അത് നേരിട്ടുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഫുൾ A+ലേക്ക് കടക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ സൈലം SSLC എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിപ്പോൾ 9ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞ കുട്ടികളാണ്. അപ്പോൾ മിക്കവാറും കുട്ടികൾക്കൊന്നും സൈലം SSLC എന്ന യൂട്യൂബ് ചാനൽ ഓർമ്മ ഉണ്ടാവില്ല. അവർ ഉറപ്പായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നാളെ മുതൽ നമ്മളെ വീഡിയോകളെല്ലാം അല്ലെങ്കിൽ 15ാം തീയതി മുതൽ നമ്മളെല്ലാ വീഡിയോകളും വരുന്നത് സൈലം SSLC എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ മാത്രമായിരിക്കും. പ്രിയപ്പെട്ട മക്കളെ, ഒന്നാമതായിട്ട് നിങ്ങൾ നേരിടാൻ പോകുന്ന വെല്ലുവിളി പ്രഷറാണ്. അതായത് പഠിക്ക് എന്ന് നിങ്ങളുടെ ചുറ്റിലുമുള്ള ആളുകൾ നിങ്ങളോട് പറയാൻ പോകുന്ന ദിവസമാണ് ഇനി കടന്നു വരാൻ പോകുന്നത്. ഒരു പക്ഷേ 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ നിങ്ങൾ അനുഭവിക്കാത്ത അത്രയും പ്രഷർ നിങ്ങളെ മുന്നിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ പല ആളുകളും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങളെ സ്കൂളിൽ ട്യൂഷന് വിടുന്നു. പല ആളുകളും 9ാം ക്ലാസ് വരെ ട്യൂഷന് പോയില്ല, 10ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് ട്യൂഷന് വിടുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ട്യൂഷന് പോകുന്നു. രാത്രി ട്യൂഷൻ്റെ വർക്കുകൾ ചെയ്യുന്നു. വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി സ്കൂൾ തുറക്കുന്ന സമയത്ത് രാവിലെ മുതൽ, അതായത് തിങ്കൾ മുതൽ തിങ്കൾ വരെ നിങ്ങൾ എന്താക്കാൻ പോവുകയാണ്? ഫുള്ളി പ്രഷറിൽ നിൽക്കാൻ പോവുകയാണ്. അപ്പോൾ ആ പ്രഷറിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം? എനിക്ക് പറയാനുള്ളത് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ, സൈലത്തിൻ്റെ അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ട്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പോകണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്ത കുട്ടികൾ ഒരുപാട് ആൾക്കാർ എക്സ്റ്റേണൽ ട്യൂഷൻ, ഓഫ്ലൈൻ ട്യൂഷനുകൾ പോവാറുണ്ട്. രണ്ടും ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളോട് പറയാനുള്ളത്, വർക്ക് ഹെക്റ്റിക് ആവാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും കൂൾ ഓഫ് മൈൻഡിലായിരിക്കണം നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. രണ്ടാമതായിട്ട് നിങ്ങൾക്കൊരു ഭയമുണ്ടാവും. പ്രഷറിൻ്റെ പുറമെ നിങ്ങളിൽ സ്വയം വരുന്നൊരു ഭയമുണ്ട്. ഞാൻ 10ാം ക്ലാസ് എത്തി, ഇനി എനിക്ക് പഠിക്കണം, പക്ഷെ എങ്ങനെ പഠിക്കണം എന്നറിയില്ല. ടെൻഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ ട്യൂഷനുകളിൽ പോയിട്ടുണ്ട്. ഞാൻ ഇതുവരെ പഠിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല. ഞാൻ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളൊരു ഉള്ളിലൊരു ഭയം. പക്ഷെ പുറമെ ആരോടും പറയുന്നില്ല. നമ്മളത് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടുവെക്കും. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് എക്സാമിൻ്റെ ടൈമിനൊക്കെയാണ് ഇത് വരാൻ പോകുന്നത്. മൂന്നാമതായിട്ട് നിങ്ങൾ നേരിടാൻ പോകുന്നത് പ്രശ്നമുണ്ട്. അതായത് ഇനി സ്കൂളുകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ ക്ലാസ്സുകളുണ്ടാവും, ചിലപ്പോൾ വൈകുന്നേരം ക്ലാസ്സുകളുണ്ടാവും. അത് ഫുള്ളി നിങ്ങൾ ക്ലാസ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അടുത്തൊരു കാര്യം, നിങ്ങൾക്ക് സ്കൂളത്തെ ഹോംവർക്ക് ചെയ്യാനുണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും. നമുക്ക് പല ഫംഗ്ഷനും പങ്കെടുക്കാൻ പറ്റില്ല. അതായത് നമ്മൾ വിചാരിച്ച രീതിയിൽ നമ്മളെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. എങ്ങനെയാണ് SSLC പഠിക്കുന്ന ഒരു കുട്ടി മൈൻഡിനെ കൺട്രോൾ ചെയ്യേണ്ടത്? മക്കളെ, ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത് ഒരു കൂൾ ഓഫ് മൈൻഡിലാണ്. കൃത്യമായുള്ളൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ, അതായത് ഞാൻ എന്നും എന്ത് പഠിക്കണം, സ്കൂളത്തെ കാര്യങ്ങൾ എപ്പോൾ പഠിക്കണം, ട്യൂഷൻ്റെ കാര്യങ്ങൾ എപ്പോൾ പഠിക്കണം, സൈലത്തിൻ്റെ ക്ലാസ്സുകൾ, യൂട്യൂബ് ക്ലാസ്സുകൾ, ആപ്പ് ക്ലാസ്സുകൾ എപ്പോൾ കാണണം, അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതും നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? മറികടക്കാൻ പറ്റും. ഇനി സ്വന്തമായിട്ട് അതെങ്ങനെ ചെയ്യണമെന്ന് അറിയാത്ത കുട്ടികൾ അടിയിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. സാർ, ഒരു സ്റ്റഡി പ്ലാൻ തരികയാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റഡി ടൈം ടേബിൾ തരികയാണെങ്കിൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ വേണമെന്ന രീതിയിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുകയാണെങ്കിൽ, നിങ്ങൾ കൂടുതൽ കുട്ടികൾ അത് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു സ്റ്റഡി പ്ലാനുമായിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് തരുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അടുത്തൊരു പ്രശ്നം നമ്മുടെ ഓണം എക്സാമാണ്. ഒരു പക്ഷേ ഒരാൾ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഓണം എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഓണം എക്സാമിന് നമ്മൾ ഫുൾ മാർക്ക് വാങ്ങിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ A+ വാങ്ങിയിട്ടില്ല എങ്കിൽ, നമ്മുടെ കംപ്ലീറ്റ് കോൺഫിഡൻസും പോവാൻ പോവുകയാണ്. അതായത് നിങ്ങൾ എഴുതാൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ SSLC എക്സാമാണ് ഓണം എക്സാം എന്ന് പറയുന്നത്. അത് ഈ വരുന്ന ഓഗസ്റ്റ് മാസമാണ്. ഇത് ഏപ്രിലായി, മെയ് ആയി, ജൂണായി, ജൂലൈ, ഓഗസ്റ്റ് ആയി. വെറും 4 മാസം കൊണ്ട് നമ്മൾ എന്താക്കാൻ പോകും? 4ാം മാസം നമ്മൾ എന്താക്കാൻ പോവുകയാണ്? ഓണം എക്സാം എഴുതാൻ പോവുകയാണ്. അപ്പോൾ ആ ഓണം എക്സാമിലേക്ക് ഏകദേശം 10-35ഓളം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനുണ്ടാവും. ആ ഓണം എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യും? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പോലും ചിന്തിക്കാത്തൊരു പോയിന്റാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് SSLC എത്തിയ കുട്ടികൾ ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഒട്ടും ഭയക്കേണ്ട. നിങ്ങൾ ഈ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സങ്കടം വരുന്ന സമയത്ത് അത് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോസുകൾ, നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാനുള്ള വീഡിയോസുകൾ, നിങ്ങളെ പഠിപ്പിക്കാനുള്ള വീഡിയോസുകൾ, നിങ്ങൾക്കുള്ള പഠനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സിൻ്റെ ലൈവുകൾ, അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങളുമായിട്ട് നമ്മളിനി ആക്റ്റീവ് ആവാൻ പോവുകയാണ്. നമ്മളിനി ഓൺ ആവാൻ പോവുകയാണ്. സൈലം SSLC എന്ന് പറയുന്ന ചാനൽ ഇതാ
നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാറ്റി വെക്കാൻ പോവുകയാണ്. അതായത് ഇപ്രാവശ്യം 9ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് നിങ്ങൾക്ക് ഞങ്ങൾ ഈ ചാനൽ സ്വന്തമായിട്ട് അങ്ങ് നൽകാൻ പോവുകയാണ്. ഇനി ഇതാണ് നിങ്ങളുടെ വീട് എന്ന് പറയുന്നത്. നിങ്ങളിവിടെ കൂടാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിച്ച് A+ കിട്ടി, ഫുൾ മാർക്ക് കിട്ടി, നിങ്ങളുടെ സ്കൂളിലെയും നാട്ടിലെയും ഒക്കെ ടോപ്പേഴ്സ് ആക്കി മാറ്റുന്ന രീതിയിലേക്ക് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറാണ്. ഒട്ടും മടി കാണിക്കേണ്ട മക്കളെ. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനു വേണ്ടി എങ്ങനെ ഒരുങ്ങാം, അതാണ് അടുത്തൊരു ചോദ്യം. ഞാൻ പഠിച്ച രീതി പറഞ്ഞുതരാം. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു സൽക്കാരോ അല്ലെങ്കിൽ പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ കൈ തുടയ്ക്കാൻ കുറച്ച് ന്യൂസ് പ്രിൻ്റ് പകുതി കഷ്ണങ്ങൾ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതിൽ കുറേ പേപ്പറുകൾ ബാക്കിയുണ്ടാവും. ഞാൻ ആരും കാണാതെ അത് എടുത്ത് വെക്കും, എൻ്റെ റൂമിൽ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിൽ മാത്സ് ഒക്കെ ആയിരുന്നു. എനിക്ക് എഴുതി പഠിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ എന്താക്കും, അതിലൊക്കെ ഇങ്ങനെ എഴുതി പഠിക്കും. എന്നിട്ട് വേണമെങ്കിൽ എന്താക്കാം, അതേ പേപ്പർ കൊണ്ട് നമുക്ക് കൈ തുടയ്ക്കണമെങ്കിൽ തുടയ്ക്കാം, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ എഴുതി പഠിച്ചത്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഒന്നെങ്കിൽ അത്തരത്തിലുള്ള കുറച്ച് ന്യൂസ് പ്രിൻറ്റുകൾ നിങ്ങൾ എന്താക്കുക, അല്ലെങ്കിൽ വലിയ ലെങ്തി ആയിട്ടുള്ള ന്യൂസ് പ്രിൻറ്റുകൾ അല്ലെങ്കിൽ പഴയ നോട്ട്ബുക്കുകൾ, പേപ്പർ മുറിച്ച് വെച്ച അടിപൊളിയായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഓരോ സബ്ജക്റ്റിനും ഒരു 2 നോട്ട്ബുക്ക് വെച്ച് ഇപ്പം തന്നെ വേണമെങ്കിൽ വാങ്ങി വെച്ചോളൂ. അല്ലെങ്കിൽ 80 മാർക്കിൻ്റെ സബ്ജക്റ്റുകളായിട്ടുള്ള, അതായത് മാത്സ്, സോഷ്യൽ, ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് എന്താക്കുക, 2 നോട്ട്ബുക്കുകൾ വെച്ച് വാങ്ങി വെക്കാം. അല്ലാത്തതിന് ഒരു നോട്ട്ബുക്ക് ആയാലും വലിയ കുഴപ്പമില്ല. എന്തായാലും നല്ല നോട്ട്ബുക്കുകൾ വാങ്ങി സെറ്റ് ചെയ്ത് വെക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മൾ ഒരുങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ SSLC എക്സാമിനൊക്കെ വേണ്ടി, ഓണം എക്സാമിനൊക്കെ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. അപ്പം ഇനി നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് നാളെ അല്ല 15ാം തീയതി രാത്രി 7:30 എങ്ങനെയാണ് സൈലത്തിൻ്റെ യൂട്യൂബ് ക്ലാസ്സുകൾ റണ്ണ് ചെയ്യുന്നതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു ലൈവ് വരുന്നുണ്ട്. മറക്കണ്ട, സമയം കൃത്യം 7:30 15ാം തീയതിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച ആണെന്ന് തോന്നുന്നു. എന്തായാലും 15ാം തീയതി, ഡേറ്റ് മറക്കണ്ട. നിങ്ങളെല്ലാവരും വരിക, നമുക്ക് അടിപൊളിയാക്കണം. ടുഗദർ വി വിൽ സ്കോർ ഫുൾ A+ അല്ലേ? നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഫുൾ A+ നേടാൻ പറ്റും. മക്കളെ, ഇന്ന് മുതൽ നമ്മളൊരു കുടുംബമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളോടൊപ്പം എപ്പോഴും ഞങ്ങൾ ഉണ്ടാകും. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ പ്രസാദ്. ബൈ.